കളമശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പി രാജീവാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ, എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികളൊക്കെ? നന്നായി പോകുന്നു. നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ഇവിടെ ചിരപരിചയത്വം ജനങ്ങളുമായിട്ടുണ്ട്. 5 വർഷം മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒപ്പം എന്ന ഒരു ടൈറ്റിൽ എല്ലാവർക്കും ഒപ്പം നിന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടുള്ള നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങളുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിക്കുമെന്നാണ് കണക്കാക്കുന്നത്. വീണ്ടും കളമശ്ശേരിയിൽ തന്നെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് മന്ത്രിയുടെ ഈ കളമശ്ശേരിയിൽ കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. മെഡിക്കൽ ക്യാമ്പ്, കാർഷികോത്സവം, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓടിവരുന്നൊരു പ്രവർത്തനം എന്തായിരിക്കും? നമ്മൾ വികസനം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിന് എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതായിരിക്കും. അതാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച വികസന പദ്ധതി എന്നുള്ളത്. ഒപ്പം എന്ന ടൈറ്റിലിന് കീഴിൽ അത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാധുനികമായ ചികിത്സാ സൗകര്യം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു യൂണിറ്റിനകത്ത് ലഭ്യമാണ്. അംഗനവാടികളെല്ലാം സ്മാർട്ടാക്കുന്ന പ്രക്രിയ നല്ല രീതിയിൽ മുന്നേറി. LP കുഞ്ഞുങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി. LP UP കുട്ടികൾക്കുള്ള ഭക്ഷണം, പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് 41 ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥാപിച്ചു. അവർക്ക് ശുദ്ധമായ ജലം ഉറപ്പുവരുത്താനായിട്ട് കഴിഞ്ഞു. കെട്ടിടങ്ങളെല്ലാം പുതിയ കെട്ടിടങ്ങളിലേക്ക് വന്നു. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് നിലവാരം ഉയർത്താൻ കഴിഞ്ഞു. കോളേജ് മേഖലയ്ക്കകത്തും നല്ല മാറ്റങ്ങൾ. യൂണിവേഴ്സിറ്റിയിൽ നല്ല നിക്ഷേപം വന്നു. അവിടെയും ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വരികയാണ്. സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ സംവിധാനങ്ങൾ. ജുഡീഷ്യൽ സിറ്റി 1000 കോടിയുടെ കളമശ്ശേരിയിലേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കൃഷിക്കൊപ്പം കളമശ്ശേരി 1000 ഏക്കറിലധികം തെരശ്ശിമിലങ്ങൾ നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 1200 ഏക്കറിൽ പച്ചക്കറി കൃഷി കൊണ്ടുവരാൻ കഴിഞ്ഞു. വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് എത്തി. പിന്നെ ഈ 2003 മുതൽ നിശ്ചലമായി കിടന്നിരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമഗ്രമായിട്ടുള്ളൊരു വികസന പദ്ധതി ജനങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്നു. അപ്പോൾ സാംസ്കാരികമായി ഉൾപ്പെടെ ഇപ്പോൾ ലൈബ്രറികൾക്കൊപ്പം ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് എല്ലാ വീടുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കളമശ്ശേരിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിനിസ്റ്ററിനെ പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കൂടാതെ തന്നെ LDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും കളമശ്ശേരിക്കാരെ മുന്നോട്ട് നയിക്കേണ്ട ആവശ്യമില്ല. കാരണം മിനിസ്റ്റർ തന്നെ കളമശ്ശേരിയിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു അവസരം ജനങ്ങൾ തരുകയാണെങ്കിൽ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ തീരുമാനം? ഇപ്പോൾ നമ്മുടെ കുറേ പദ്ധതികൾ പൂർത്തീകരിക്കാണ്ട് എല്ലാ പദ്ധതികളും നമുക്ക് പ്രഖ്യാപിച്ചിട്ടുടൻ തന്നെ നടപ്പിലാക്കാൻ കഴിയും. ഇപ്പോൾ 1000 കോടി ജുഡീഷ്യൽ സിറ്റി അതിന് ഡിസൈൻ തന്നെ ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസി വേണ്ടി വരും. സ്ഥലത്തിൻ്റെ നടപടികൾ പൂർത്തീകരിക്കണം. അതിന് നിർമ്മാണത്തിന് കുറച്ച് സമയമെടുക്കും. അങ്ങനെയുള്ള പദ്ധതികൾ സയൻസ് സിറ്റി ഇത് പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള ഇന്നോവേഷൻ സെൻറ്റർ അതിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വരുത്തുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഒരു ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഇതുവരെ ശ്രമിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. വീണ്ടും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു കണ്ടിന്യൂറ്റി വേണമെന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമല്ല, നമ്മുടെ നാടിൻ്റെ പൊതുവായ ആവശ്യമാണ്. വ്യവസായ മേഖലയിൽ തന്നെ നേരത്തെ നമ്മൾ വളരെ പുറകിലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വ്യവസായ സൗഹൃദമുള്ള സംസ്ഥാനമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ തുടർച്ചയായി കേരളത്തെ അംഗീകരിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപങ്ങളെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇനിയുള്ള ഒരു 5 വർഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിയും. അതുകൊണ്ട് കണ്ടിന്യൂറ്റിയും ഉള്ളത് ഈ നാടിൻ്റെ പൊതുവായ ഒരു അനിവാര്യതയാണ്. എന്തായാലും മിനിസ്റ്റർ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. വിജയപ്രതീക്ഷകൾ തന്നെയാണ് കേരള വിഷൻ ന്യൂസിനോടൊപ്പം പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.